നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മാന്ത്രികതയെക്കുറിച്ചാണ്. അതായത്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മളൊരു ആപ്പിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തന്നെ തുറന്നു വരുന്നു, ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നു. എങ്ങനെയാണിത്? ആ ഒരൊറ്റ ക്ലിക്കിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അതെന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ചുരുക്കി OS എന്ന് പറയും, രംഗത്തേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഓർക്കസ്ട്രയിലെ മാസ്റ്റർ കണ്ടക്ടറെ പോലെയാണ് OS. കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും ഒക്കെ ഒരുമിച്ച് ഒരേ താളത്തിൽ കൊണ്ടുപോകുന്ന ഒരു സൂത്രധാരൻ. ശരി, അപ്പം നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. നമ്മുടെ ഈ കണ്ടക്ടറുടെ, അതായത് OSന്റെ ആദ്യത്തെ പ്രധാന ജോലി എന്താണെന്നറിയോ? സംഗീതജ്ഞരെ മാനേജ് ചെയ്യുക. ഇവിടെ സംഗീതജ്ഞർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായി പ്രോസസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോഴുണ്ടല്ലോ, OS അതിനെ ഒരു പ്രോസസ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രോസസ്സുകളെ തുടങ്ങുക, അവക്ക് പ്രവർത്തിക്കാനുള്ള CPU ടൈം കറക്റ്റായിട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ അതിനെ അവസാനിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന പണിയാണ് പ്രോസസ് മാനേജ്മെന്റ്. ഇതൊരു കണ്ടക്ടർ ഓരോ സംഗീതജ്ഞനോടും എപ്പോ വായിക്കണം, എപ്പോ നിർത്തണമെന്നൊക്കെ കൃത്യമായി സിഗ്നൽ കൊടുക്കുന്നത് പോലെയാണ്. OS എന്ത് ചെയ്യും? അതിന്റെ കയ്യിലുള്ള CPU ടൈം നിങ്ങൾ തുറന്നുവച്ച എല്ലാ ആപ്പുകൾക്കുമായി വളരെ വേഗത്തിൽ വീതിച്ചു നൽകും. അതുകൊണ്ടാണ് നമുക്ക് ഒരേ സമയം പാട്ട് കേൾക്കാനും ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാനും ബ്രൗസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഇതിനൊരു പേരുണ്ട്, മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമുകളെ നിയന്ത്രിച്ചു. ഇനി കണ്ടക്ടറുടെ അടുത്ത പണി എന്താ? സ്റ്റേജ് ഒരുക്കണം, അല്ലേ? ഓരോ സംഗീതജ്ഞനും വായിക്കാൻ ഒരിടം വേണ്ടേ? അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമിനും പ്രവർത്തിക്കാൻ ഒരു സ്പേസ് വേണം. ആ പണിയാണ് മെമ്മറി മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാമിനും പ്രവർത്തിക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഒരു വർക്ക് സ്പേസ് വേണം. ഈ സ്ഥലമാണ് നമ്മൾ RAM എന്ന് പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും ആവശ്യത്തിന് RAM കൊടുക്കുക, ഒരു പ്രോഗ്രാമിലെ ഡേറ്റ മറ്റൊന്നിൽ കയറി പ്രശ്നമാവാതെ നോക്കുക, ഇതൊക്കെ OSന്റെ ഉത്തരവാദിത്തമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു ആപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ശരിക്കും ഒരു പുതിയ സംഗീതജ്ഞൻ സ്റ്റേജിലേക്ക് വരുന്നതുപോലെയാണ്. ഉടനെ നമ്മുടെ OS, അതായത് കണ്ടക്ടർ, ആ ആപ്പിനു വേണ്ടി റാമിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തും. ആപ്പ് ആ സ്ഥലത്തേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിക്കാൻ റെഡിയായി. അപ്പോ സംഗീതജ്ഞർ സ്റ്റേജിൽ കയറി ഇരിപ്പിടമൊക്കെ കിട്ടി. ഇനി അവർക്ക് വായിക്കണമെങ്കിൽ എന്ത് വേണം? മ്യൂസിക് ഷീറ്റുകൾ വേണം, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമുകളും. അവയ്ക്ക് പ്രവർത്തിക്കാൻ ഡാറ്റയും ഫയലുകളും ആവശ്യമാണ്. അവിടെയാണ് ഫയൽ സിസ്റ്റം എന്ന സംവിധാനം വരുന്നത്. നമ്മുടെ ഫയലുകൾ, ഫോട്ടോകൾ, പാട്ടുകൾ ഇതൊക്കെ സ്ഥിരമായി സൂക്ഷിക്കുന്നത് ഹാർഡ് ഡ്രൈവിലോ അല്ലെങ്കിൽ SSDയിലോ ആണല്ലോ. ഈ ഫയലുകളെയെല്ലാം ഒരു ചിട്ടയോടുകൂടി ഓർഗനൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എടുത്തു തരുന്ന ഒരു ലൈബ്രറിയന്റെ ജോലിയാണ് ഫയൽ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ സംഭവം ഇതാണ്. നിങ്ങളൊരു ഫയൽ സേവ് ചെയ്യുമ്പോൾ OS അതിന്റെ ഫയൽ സിസ്റ്റം ഉപയോഗിച്ച് ഹാർഡ് ഡ്രൈവില് അതിനൊരു കറക്റ്റ് സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഫയല് തുറക്കാൻ നോക്കുമ്പോൾ ഒരു ലൈബ്രേറിയൻ അലമാരയിൽ നിന്ന് പുസ്തകം തപ്പിയെടുക്കുന്നത് പോലെ OS അതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലെത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ശേഷവും ഒരു ഫയൽ തിരയുമ്പോൾ അത് അതേപടി അവിടെ തന്നെ കാണുന്നത്. ശരി, അപ്പോൾ ഓർക്കസ്ട്രയില് സംഗീതജ്ഞർ മാത്രമല്ലല്ലോ ഉള്ളത്. ലൈറ്റുകൾ, മൈക്കുകൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യാനൊരു സ്റ്റേജ് ക്രൂ വേണ്ടേ? അതുപോലെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കാര്യവും. കീബോർഡ്, മൗസ്, പ്രിന്റർ, ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ IO സർവീസസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് സേവനങ്ങൾ എന്ന് പറയുന്നത്. ഈ IO സർവീസസ് ഒരു യൂണിവേഴ്സൽ ട്രാൻസ്ലേറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൗസ് നീക്കുമ്പോൾ ഈ സിഗ്നലുകളെല്ലാം സോഫ്റ്റ്വെയറിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റുന്നത് ആരാണ്? അത് OS ആണ്. അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് പ്രിന്ററിന് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുന്നതും OS തന്നെ. ചുരുക്കി പറഞ്ഞാൽ, കമ്പ്യൂട്ടറിലെ എല്ലാ ഹാർഡ്വെയർ ഉപകരണങ്ങളോടും സോഫ്റ്റ്വെയറിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് നമ്മുടെ OS ആണ്. ഇനി വരുന്നത് കണ്ടക്ടറുടെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്, പ്രകടനം സുരക്ഷിതമാക്കുക, അല്ലേ? ഓർക്കസ്ട്ര നന്നായി നടക്കണമെങ്കിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം വേണം. ഇവിടെയാണ് OSന്റെ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി അഥവാ സംരക്ഷണവും സുരക്ഷയും എന്ന സേവനം വരുന്നത്. ഇവിടെ സംരക്ഷണം, സുരക്ഷ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്.
സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നത് സിസ്റ്റത്തിന്റെ ഉള്ളിലെ കാര്യമാണ്. അതായത് ഒരു ആപ്പ് പ്രവർത്തിക്കുമ്പോൾ അത് വേറൊരു ആപ്പിന്റെ കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക. ഓർക്കസ്ട്രയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വയലിനിസ്റ്റ് പോയി ഡ്രം വായിക്കാതിരിക്കുന്നത് പോലെ. എന്നാൽ സുരക്ഷ അഥവാ സെക്യൂരിറ്റി എന്നത് പുറത്തുനിന്നുള്ള കാര്യമാണ്. വൈറസുകൾ, ഹാക്കർമാർ ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ഭീഷണികളിൽ നിന്ന് സിസ്റ്റത്തെ മൊത്തത്തിൽ കാത്തുസൂക്ഷിക്കുക. ശരിക്കും പറഞ്ഞാൽ കൺസേർട്ട് ഹാളിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. പരീക്ഷയ്ക്കൊക്കെ ഓർത്തുവെക്കാൻ ഇത് എളുപ്പമായിരിക്കും. ഒന്നാമത്തേത് പ്രോസസ് മാനേജ്മെന്റ്. ഇത് സംഗീതജ്ഞരെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. രണ്ടാമത്തേത് മെമ്മറി മാനേജ്മെന്റ്. ഇത് സ്റ്റേജ് ഒരുക്കുന്നു. 3 ഫയൽ സിസ്റ്റം. വലിയൊരു ലൈബ്രറി നോക്കി നടത്തുന്നു. 4 IO സേവനങ്ങൾ. സ്റ്റേജിലെ ക്രൂവിനെ ഏകോപിപ്പിക്കുന്നു. അവസാനം സംരക്ഷണം. ഇത് പ്രകടനം സുരക്ഷിതമാക്കുന്നു. കണ്ടക്ടറുടെ ഈ 5 പ്രധാന റോളുകളും ചേരുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു കമ്പ്യൂട്ടർ അനുഭവം കിട്ടുന്നത്. അപ്പോ ഈ കണ്ടക്ടർ ഉള്ളത് കൊണ്ടാണ് എല്ലാം ഇത്ര സ്മൂത്തായിട്ട് പോകുന്നത്. പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ, ഈ കണ്ടക്ടർക്കൊരു താളം തെറ്റിയാൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഹാങ് ആവുന്നതും ആപ്പുകളൊക്കെ ക്രാഷ് ആവുന്നതും. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യനായ കണ്ടക്ടറെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കും. നന്ദി.